ഒടുവിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി തന്നെ അക്കാര്യം പുറത്തുവിട്ടു. എയർ ചീഫ് മാർഷൽ AP സിംഗ് അദ്ദേഹം പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് പാകിസ്ഥാൻ്റെ 6 വിമാനങ്ങൾ, അതിൽ 5 എണ്ണം ഫൈറ്റർ ജെറ്റ്സാണ്, പോർവിമാനങ്ങളാണ്, അല്ലാതെയുള്ള ഒരു യുദ്ധവിമാനം കൂടെ ചേർത്ത്, സൈനിക വിമാനം കൂടെ ചേർത്ത് 6 വിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്നാണ്. എന്താണ് സാർ ഈ എയർ ചീഫ് മാർഷൽ ഇപ്പോൾ, ഇത് ബാംഗ്ലൂരാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? ബാംഗ്ലൂർ എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ചില സംശയങ്ങൾ തോന്നുന്നു. ബാംഗ്ലൂർ നഗരം കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തെ ദേശീയ തലത്തിലെ രാഷ്ട്രീയ വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെട്ടത് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ അരങ്ങേറിയതായി പറയപ്പെടുന്ന വോട്ട് കൊള്ള. ശ്രീ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ആ കാര്യം ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മുൻപ് ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഭാരതത്തിന്റെ എത്ര വ്യോമസേന വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു? അതിനുള്ള ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ വെടിവെച്ചിട്ട പാകിസ്ഥാൻ വ്യോമസേന വിമാനങ്ങളുടെ കൃത്യമായ വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. സ്ട്രൈറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. അതെ, നൺ അതർ ദാൻ എയർ ചീഫ് മാർഷൽ AP സിംഗ്. അദ്ദേഹം ബാംഗ്ലൂർ തന്നെ തിരഞ്ഞെടുത്തു. ഒരു പ്രത്യേക ചടങ്ങാണ്, ഒരു അനുസ്മരണ ചടങ്ങാണ്. അതിൽ വെച്ചാണ് അതെ 5 വിമാനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഫൈറ്റർ ജെറ്റ്സ് ആണ്. ചൈനീസ് നിർമ്മിത ഫൈറ്റർ ജെറ്റ്സ് ആകാനുള്ള സാധ്യതയാണ്. കൃത്യമായി അദ്ദേഹം ഏത് മോഡൽ എന്ന് പറഞ്ഞിട്ടില്ല. ചൈനീസ് നിർമ്മിത ഫൈറ്റേഴ്സ് ആകാനാണ് സാധ്യത. +1 അത് നിരീക്ഷണ വിമാനമാണ്. അതെ, ആ 6 വിമാനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ജക്കോബാദ് മേഖലയിലെ ഹാങ്കറിൽ കിടന്ന ഏതാനും F-16 അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളും ഏറിയൽ ബോംബാർഡ്മെന്റിൽ തകർന്നു എന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ അതിനർത്ഥം വലിയ രീതിയിലുള്ള പ്രഹരം തന്നെയാണ് പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് നേരെ ഇന്ത്യ നടത്തി. അത് മാത്രമല്ല, ഒരു കംപ്ലീറ്റ് എയർ സുപ്പീരിയോറിറ്റി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അദ്ദേഹം വിവരിക്കുന്നത് വളരെ രസമാണ്. അദ്ദേഹം വിവരിക്കുന്നത് ഈ DGMO തലത്തിൽ നടന്ന ചർച്ചകൾ സമയത്ത്, അത് കൺക്ലൂഷനെത്തുന്നതിന് മുമ്പ് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. യു ആർ ടാർഗറ്റിംഗ് അവർ ലാൻഡ്. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഭൂമിയല്ല, താവളങ്ങളാണ്, ഭീകര താവളങ്ങളാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വ്യോമ പ്രതിരോധം ഒരുക്കേണ്ടി വരും, വ്യോമ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഇന്ത്യ പറഞ്ഞ ആയിക്കൊള്ളട്ടെ. ആ രീതിയിലാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഒരിക്കലും പാകിസ്ഥാന്റെ സേനാ താവളങ്ങളായിരുന്നില്ല. അത്തരം ആസ്പിറേഷൻസ് ഞങ്ങൾക്കില്ല. ആസ്പിറേഷൻസ് ഇല്ല. അതായിരുന്നു സത്യം. കാരണം ഇന്ത്യ ഒരു ഓൺ എ മിഷൻ. എന്താണ് ഓപ്പറേഷൻ പഹൽഗാമിൽ നടന്നത്? കിരാതമായ നരവേട്ടയാണ്. അതിന് കാരണക്കാരായ ആളുകളുടെ താവളങ്ങൾ പാകിസ്ഥാന്റെ പല ഭാഗത്തുണ്ട്. ആ താവളങ്ങൾ കേന്ദ്രീകരിച്ച് ലഷ്കർ ഇ തോയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും താവളങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ആക്രമണം. അതാണ് 6-ാം തീയതി. 7-8 തീയതികൾ വന്നപ്പോൾ വ്യോമസേന രംഗത്ത് വരികയാണ്. വൻതോതിൽ വ്യോമ പ്രതിരോധം ഒരുക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ഇന്ത്യയുടെ F-400 സമൃദ്ധമായി റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ F-400ഉം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലുകളും ഫലപ്രദമായി പാക് വ്യോമസേനയെ നിർവീര്യമാക്കി. അതുകൊണ്ട് തീർന്നില്ല. ആക്രമണം പാകിസ്ഥാൻ തുടർന്നപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാന്റെ എയർ ബേസുകളെ, അങ്ങനെയാണ് ജക്കോബാദ് ഉൾപ്പെടെയുള്ള മേഖലയിലെ എയർ ഫീൽഡുകൾ നശിപ്പിച്ചത്. അതുകൊണ്ടാണ് വ്യോമതാവളങ്ങളും റൺവേകളും നശിപ്പിച്ചാൽ വിമാനങ്ങൾക്ക് ഉയരാനാവാതെ വരും. ഇന്ത്യയുടെ ഒരൊറ്റ റൺവേ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണം. വിമാനങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലില്ല. ഉണ്ടോ എന്ന് ചോദിക്കുന്നു, ഉണ്ട് എന്ന് ആരോ പറയുന്നു. ഇങ്ങനെയുള്ള വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ പാകിസ്ഥാന്റെ നഷ്ടങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ ആരാണോ പറയേണ്ടത് അവർ പറഞ്ഞിരിക്കുന്നു. അത് വൈകിയെങ്കിലും അതിന്റെ സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ പലരും പറയുന്നത് ഇത് രാഹുൽ ഗാന്ധിക്കുള്ളൊരു മറുപടിയല്ലേ എന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദിക്കുന്നത് ഇലക്ഷൻ സംബന്ധിച്ച ക്രമക്കേടുകളാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് എന്ന് ചിലർ ആരോപിക്കുമ്പോൾ, മറ്റു ചിലർ പറയുന്നു അല്ല, അന്ന് ചോദിച്ച ചോദ്യം അതിനുള്ള മറുരൂപത്തിലുള്ള ആൻസറാണ്. ഞങ്ങൾക്ക് ശത്രുവിന്റെ വിമാനങ്ങൾ എത്രയാണ് വെടിവെച്ചിട്ടെന്ന് പറയാനാവും. സ്വന്തം വിമാനങ്ങൾ വെടിവെച്ചിട്ടെങ്കിലല്ലേ വെടിവെച്ചിട്ടു എന്ന് പറയാനാവും. ഇല്ലാത്തതിന്റെ കണക്കുകൾ ഹാജരാക്കാൻ ഒക്കുമോ?
നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയും. മറ്റൊന്നുകൂടി ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ ബ്ലോഗർമാരുടെ ഒക്കെ കാലമല്ലേ? അതെ. ഈ വിമാനം വെടിവെച്ചിട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ അതെ. മാധ്യമങ്ങൾക്ക് ഏത് രൂപത്തിലെങ്കിലും ജോർന്ന് ലഭിക്കുമല്ലോ. അതെ. അത്രയധികം ജനവാസമില്ലാത്ത മേഖലയൊന്നും അല്ലല്ലോ ഇത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉദിപ്പെരുപ്പിച്ച കണക്കുകളിൽ എത്ര കാലം മുന്നോട്ട് പോകാനാവും? അതുകൊണ്ട് ഇതിന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ പൈലറ്റുമാരും 5 വിമാനങ്ങളുടെയും പൈലറ്റുമാർ നഷ്ടപ്പെട്ടിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ജീവനോട് അവരെ പിടിച്ച കാര്യങ്ങൾ പറയുന്നില്ല. കാരണം പൈലറ്റുമാർ ഒരുപക്ഷെ ഇന്ത്യൻ എയർ സ്പേസ് ഭേദിച്ചിട്ടുണ്ട് എങ്കിൽ പാരച്യൂട്ടുകളിൽ താഴെ വന്നാൽ അഭിനന്ദൻ വർദ്ധമാൻ അന്ന് പാകിസ്ഥാൻ പിടിയിലായതുപോലെ പാക് പൈലറ്റ്സ് ആരെങ്കിലും ഇന്ത്യയുടെ കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് സ്ഥിരീകരണമില്ല. മരിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ കാണുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം നമുക്കുണ്ട് എന്ന് നമ്മുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ് പറയുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് അതിർത്തിയിലെ ജനങ്ങൾ ഇതേക്കുറിച്ച് അല്പം അവർക്ക് ഭയാശങ്കകൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ അവരെ ഈ അതിർത്തി പ്രദേശത്തെ ജനങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? 4 സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ. ഈ 3 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരും. ഈ 4 ഇടങ്ങളിലാണ് അതിർത്തി ഉള്ളത്. ഈ 4 ഇടങ്ങളിലെയും അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആദ്യ റൗണ്ടിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ, അതായത് ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിയ റഫാൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക്, അതായത് ഭീകര കേന്ദ്രങ്ങളിലേക്ക്, മുറിറ്റ്കയിൽ ഉൾപ്പെടെയുള്ള ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ മണ്ണിൽ നിന്നും വ്യോമസേനയുടെ വിമാനങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ, 100 കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിയുന്നു. അത് ഇന്ത്യയുടെ ഒരു ഏറിയൽ പവറാണ്. ഇന്ത്യയുടെ ടെറിട്ടറിയിൽ ഫ്ലൈ ചെയ്യുന്ന വിമാനങ്ങളെ പാകിസ്ഥാനെ വെടിവെച്ചിട്ട് ഇടാനാവില്ല. ഇടാൻ സാധിക്കും, ഇന്ത്യയിലേക്ക് കടന്ന്. അത് മറ്റൊരു രീതിയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകും. അപ്പം അതിർത്തിയിൽ തീർച്ചയായും പോരാട്ടങ്ങൾ, കരയുദ്ധമല്ല ഇവിടെ സംഭവിച്ചത്. ഒരു കരയുദ്ധം അവിടെ ഉണ്ടായില്ല. ഒരു കരയുദ്ധം. ഇത് വ്യോമസേന മാത്രമാണ് ഇതിനകത്ത്. ആദ്യഘട്ടത്തിൽ നമുക്കൊരു സൂചന ഉണ്ടായിരുന്നു, ഒരുപക്ഷെ കരസേനയുടെ ആക്രമണം ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, സർജിക്കൽ സ്ട്രൈക്ക്. തീർച്ചയായും ഇത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു കയറി കരസേന ആക്രമണം നടത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. തീവ്രവാദ കേന്ദ്രങ്ങൾ. ആ ലക്ഷ്യങ്ങൾ 4 ദിവസത്തിനുള്ളിൽ തന്നെ, within 100 hours of launching Operation Sindoor, all objectives realized. അതുകൊണ്ട് ഇന്ത്യ പിന്മാറുന്നു എന്ന 2 കാരണങ്ങൾ. ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്തു. അതോടൊപ്പം അവർ ആവശ്യപ്പെട്ടു, DGMO ആവശ്യപ്പെട്ടു, പ്ലീസ് സ്റ്റോപ്പ്, വി ആർ വില്ലിംഗ് ടു സ്റ്റോപ്പ്. ഇത് തന്നെയാണ് സംഭവിച്ചത്. ട്രംപിന്റെ ഇടപെടലില്ല, ഒന്നുമില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ മിലിറ്ററിയുടെ ഭാഗത്തു നിന്ന് 2 വനിതാ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ എല്ലാ ദിവസവും തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ജോമിക സിംഗും മറ്റൊരു ലേഡിയും, ഖുറേഷി, സോഫിയ ഖുറേഷി. പക്ഷേ അതിന് അവസാന ഘട്ടത്തിൽ ആർമിയുടെ സീനിയർ ഒഫീഷ്യൽസിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ഉണ്ടാകുന്നു. പക്ഷെ കൃത്യമായ കണക്കുകൾ ആദ്യമായിട്ടാണ് വിമാനങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ വിവരം പറയുന്നത് വളരെ വൈകിയാണ്. ഒരുപക്ഷെ സ്ഥിതിഗതികൾ ശാന്തമായി എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ടേക്കിംഗ് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ. ദ നേഷൻ വാണ്ട്സ് ടു നോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് കറക്റ്റ് ആണ്. ദ നേഷൻ തീർച്ചയായിട്ടും വേണം. പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ പറയുമ്പോൾ 2 ചോദിക്കണം. പാകിസ്ഥാൻ എത്രത്തോളം നഷ്ടമുണ്ടായി എന്നുകൂടി ആദ്യം ചോദിക്കേണ്ടത്. അതിനു പകരം അദ്ദേഹം ഈ ഇന്ത്യക്ക് എത്ര നഷ്ടമുണ്ടായി എന്ന് ചോദിച്ചിടത്താണ് ഈ കുഴപ്പങ്ങളൊക്കെ ആരംഭിച്ചത്. എന്തായാലും ഒരു കാര്യം സാർ ഈ പറഞ്ഞതുപോലെ ഒടുവിൽ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. 5 പാക് പോർ വിമാനങ്ങളും 1 സൈനിക വിമാനവും അടക്കം 6 വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്നു എന്നാണ്. അത് പറയേണ്ടയാൾ, അതിന് ഉത്തരവാദപ്പെട്ട കൂടുതൽ അത് മാത്രമാകണമെന്നില്ല. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഇനിയുള്ള നാളുകളിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഉള്ളിൽ നടന്ന, ഇത് എയർബോൺ ഒബ്ജക്ട്സ് ആണ്, തറയിൽ കിടന്ന വിമാനങ്ങളല്ല എന്നോർക്കണം. ഇപ്പം പൈലറ്റുമാരുൾപ്പെടെ മരിച്ചു എങ്കിൽ അത് ഹാങ്ങറിൽ പാർക്ക് ചെയ്തിരുന്നതല്ല. പക്ഷെ ഹാങ്ങറിൽ പാർക്ക് ചെയ്ത വിമാനങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം എടുത്ത് പറയുന്നുണ്ടല്ലോ 7-8 തീയതികൾ വളരെ നിർണായകമായിരുന്നു. 6-ാം തീയതി വളരെ വളരെ സിംബോളിക് മാത്രമായിരുന്നു. നമ്മൾ അറ്റാക്ക് ചെയ്തു, വളരെ ടാർഗറ്റഡ് പ്രിസിഷൻ അറ്റാക്ക്. അവിടെ ഒരു മിലിറ്ററി ടാർഗറ്റും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ മിലിറ്ററി ടാർഗറ്റിലേക്ക്, എയർഫീൽഡുകളിലേക്ക്
അവർ കടന്നു കയറിയപ്പോൾ അതിനോട് റിറ്റാലിയേഷൻ എന്ന നിലയിൽ, അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത്, സൈനിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, സൈനിക ടാർഗറ്റുകൾ ഞങ്ങൾക്ക് ഒറിജിനൽ പ്ലാൻ അനുസരിച്ച് ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ പ്രതികരണം എന്ന നിലയിൽ സ്വാഭാവികമാണത്. അത് സംഭവിച്ചിരിക്കുന്നു. കയ്യും കെട്ടി നോക്കിയിരിക്കാനാണ്. അപ്പൊ ഇപ്പോൾ ക്ലാരിറ്റി വന്നിരിക്കുന്നു. അതാണ് സത്യം. എന്തായാലും ഈ AP സിംഗിന്റെ വെളിപ്പെടുത്തലോടുകൂടി നമുക്ക് കൂടുതൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നറിയാം. അതൊക്കെ താമസം വിന പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.